കേരളത്തിലെ സിപിഎമ്മുകാർ എക്കാലത്തും കോൺഗ്രസ് പാർട്ടിയെ പറ്റി പറയുന്നത് അവരിൽ ഐക്യമില്ല, തങ്ങളിൽ തർക്കമാണ് എന്നൊക്കെയുള്ള കഥകളാണ്. എന്നാൽ ആ കഥയൊക്കെ കാറ്റിൽ പറത്തിയാണ് നിലവിൽ ഇന്നത്തെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നേറുന്നത്. പക്ഷേ സിപിഎമ്മിൽ കാര്യങ്ങൾ അങ്ങനെയല്ല. പരമ്പരാഗതമായി പാർട്ടിയെ വിശ്വസിച്ച് നിന്നിരുന്ന ശക്തി കേന്ദ്രങ്ങളിൽ അസ്വസ്ഥതകൾ പുകയുകയാണ്. പാർട്ടി നേതൃത്വവും അണികളും നേതാക്കൾ തമ്മിലും മൊത്തത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുടെ വിപ്ലവമാണ് പാർട്ടിയിൽ. തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയാണ് പലയിടത്തും തർക്കങ്ങൾ. കണ്ണൂരിലെ തളിപ്പറമ്പിൽ പി.കെ. ശ്യാമളയെ മത്സരിപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ പ്രധാനമായും ചർച്ചയാവുന്നത്. എം.വി. ഗോവിന്ദന്റെ ഭാര്യയായ ശ്യാമളയെ രംഗത്തിറക്കുന്നത് പാർട്ടിയിൽ ഇനിയും പരിഗണനകളൊന്നും കിട്ടാത്ത മുതിർന്ന നേതാവായ സുകന്യയെ തഴയാൻ കൂടി വേണ്ടിയാണെന്ന ആരോപണം ഉയർന്നുകഴിഞ്ഞു. ശ്യാമള പാർട്ടിയിൽ പ്രമുഖയാണ്. ജനാധിപത്യ മഹിളാ സംഘം നേതാവാണ്. ബദൽ രേഖക്കാലത്ത് എം.വി. രാഘവനോടൊപ്പം ആടി നടന്ന എം.വി. ഗോവിന്ദനെ പാർട്ടിയിൽ പിടിച്ചു നിർത്തിയത് ശ്യാമളയാണെന്ന് കരുതുന്ന വലിയൊരു വിഭാഗം സിപിഎം നേതാക്കൾക്കിടയിലുണ്ട്. ആ നിലയ്ക്കല്ലെങ്കിലും ശ്യാമള സീറ്റിന് അർഹയാണ്. എന്നാൽ അവരെ മറ്റൊരു സീറ്റിൽ പരിഗണിച്ചുകൊണ്ട് സുകന്യയ്ക്ക് തളിപ്പറമ്പ് നൽകുന്നത് മര്യാദയായിരുന്നു എന്ന അഭിപ്രായം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളിൽ പലർക്കുമുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. മറ്റൊരു ചർച്ച സഖാക്കന്മാരുടെ സ്വന്തം ടീച്ചറമ്മയുടെ കാര്യമാണ്. ജനപ്രീതിയുടെ കാര്യത്തിൽ പിണറായി വിജയനോളമോ അതിലേറെയോ ഉയരമുള്ള നേതാവാണ് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം കെ ശൈലജ. ആരോഗ്യമന്ത്രി എന്ന നിലയ്ക്ക് നിപ്പയുടെ കാലം മുതൽ കോവിഡ് നിയന്ത്രണം വരെ തന്റെ പ്രവർത്തനം കൊണ്ട് പിണറായി വിജയനെ മറികടന്ന കെ ശൈലജയെ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ഉൾക്കൊള്ളിക്കാതെ മൂലക്കിരുത്തി. അത്രയ്ക്കങ്ങ് ഉയർന്നു പോകേണ്ട എന്ന ദുഷ്ടലാക്കോടെയാണെന്ന് വിശ്വസിക്കുന്നവർ പാർട്ടിയിൽ തന്നെയുണ്ട്. അങ്ങനെയുള്ള അവരുടെ യശസ് പൊതുജനമധ്യത്തിൽ ഇടിച്ചു കാട്ടാനാണ് ലോക്സഭയിലേക്ക് വടകരയിൽ നിന്ന് ഷാഫി പറമ്പിലിന്റെ ഒപ്പം നിർത്തി മത്സരിപ്പിച്ച് തോൽപ്പിച്ചത് എന്നും ആരോപണമുണ്ട്. എങ്കിലും സിപിഎമ്മിൽ ഏറ്റവും തിളക്കം പിണറായിയേക്കാൾ ശൈലജയ്ക്കുണ്ട്. അങ്ങനെയുള്ള അവർ 60,000-ലേറെ വോട്ടിന് ജയിച്ച മട്ടന്നൂർ മണ്ഡലം തിരിച്ചുപിടിച്ച് വിജയസാധ്യത തീരെ കുറഞ്ഞ പേരാവൂർ നൽകിയത് വീണ്ടും മൂലക്കിരുത്താനാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ മണ്ഡലത്തിൽ എം.എൽ.എ. ആയ കെ.പി.സി.സി. പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ സ്വന്തം മണ്ഡലമായ പേരാവൂരിൽ ടീച്ചറമ്മ നിലം തൊടില്ല എന്ന യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം. ആലപ്പുഴയിലെ ഗതി നോക്കിയാൽ ഏറെ പാരമ്പര്യമുള്ള പാർട്ടി പ്രവർത്തകനായ സുധാകരൻ സീറ്റ് മോഹിയായി മാറിയെന്ന് പരിഹസിക്കാനാണ് ഇപ്പോൾ പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തന്നോട് സംസ്ഥാന സെക്രട്ടറി വരെ നടത്തിയ അപമാന ശ്രമത്തിൽ മനം നൊന്തിട്ടാണ് പാർട്ടി അംഗത്വം ഉപേക്ഷിക്കുന്നതെന്ന് സുധാകരൻ വ്യക്തമാക്കി കഴിഞ്ഞു. സുധാകരനെ ഇഷ്ടപ്പെടുന്ന വലിയൊരു വിഭാഗം ആലപ്പുഴയിലുണ്ട്. കേരളത്തിലാകെ പ്രതിച്ഛായയുള്ള നേതാവാണ് ജി സുധാകരൻ. പൊതുമരാമത്ത്, ദേവസ്വം വകുപ്പുകളുടെ മന്ത്രി എന്ന നിലയിൽ പ്രവർത്തിച്ചയാളാണ് സുധാകരൻ. എന്നാൽ ജില്ലയിലെ ചില നേതാക്കളുടെ ഇടപെടൽ കാരണം തുടർച്ചയായി അദ്ദേഹം പൊതുപരിപാടികളിൽ നിന്ന് പോലും തഴയപ്പെടുന്ന അവസ്ഥയായിരുന്നു. പാലക്കാട് ജില്ലയിലെ പാർട്ടി പ്രവർത്തകരുടെ പ്രതിഷേധം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ വിമതരുടെ വിജയമുണ്ടായി. പാർട്ടി സ്ഥിരമായി ജയിക്കുന്ന സീറ്റുകളിൽ എതിർകക്ഷികൾ ജയിച്ചു. ഇതൊക്കെ നല്ല സൂചനകളല്ലെന്ന് ജില്ലയിലെ പല നേതാക്കളും കരുതുന്നു. ഇങ്ങനെ വെട്ടിയൊതുക്കലും കെട്ടിയിറക്കലും തുടരുകയാണ് സിപിഎം. അതിനു പുറമെ ഭരണകൂട വിരുദ്ധ വികാരം, പ്രാദേശിക നേതാക്കളുടെ പെരുമാറ്റം, പാർട്ടി അണികളുടെ വിട്ടുപോകൽ എന്നിവ ചർച്ചയായിരിക്കുന്നു. പുതിയ തലമുറയിലെ വോട്ടർമാർക്ക് പഴയകാല വൈകാരിക ബന്ധങ്ങളെക്കാൾ പ്രായോഗികമായ രാഷ്ട്രീയ നിലപാടുകളോടാണ് താല്പര്യം. അതിനാൽ തന്നെ പാർട്ടിക്ക് യുവാക്കളെ ആകർഷിക്കുന്ന കാര്യത്തിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ മാറ്റങ്ങൾ എങ്ങനെ പ്രതിഫലിക്കുമെന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ പാർട്ടി നേതൃത്വത്തിനുണ്ട്. എന്നാൽ ഏറ്റവും വലിയ ഐക്യത്തിലാണ് UDF തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. മറ്റുള്ളവരെ ആക്ഷേപിക്കാനും അപമാനിക്കാനും നടക്കുന്ന സിപിഎം സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് അറിയുന്നില്ല.